നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് MLA PK പ്രവീണിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ പത്മ ടവറിൽ മുൻ മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA PK പ്രവീണിന്റെ ഓഫീസ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പാനൂർ പത്മ സ്ക്വയറിൽ PR മന്ദിരത്തിന് സമീപം മുൻ കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PK പ്രവീൺ അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V ഷിജിത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ, പാനൂർ നഗരസഭ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കനകം കുനിയിൽ, KP പ്രദീപൻ മാസ്റ്റർ, ഗഫൂർ മുല്ലശ്ശേരി, K ഫസീല, K ആരതി, വൈസ് പ്രസിഡന്റുമാരായ C ജലചന്ദ്രൻ, NK ജയപ്രസാദ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ P ഹരീന്ദ്രൻ, K ധനഞ്ജയൻ, KE കുഞ്ഞബ്ദുള്ള, M സുകുമാരൻ, V സുരേന്ദ്രൻ മാസ്റ്റർ, TT രാജൻ മാസ്റ്റർ, TK അശോകൻ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, K രത്നാകരൻ, KK ധനഞ്ജയൻ, രവീന്ദ്രൻ കുന്നോത്ത്, P ദിനേശൻ, OP ഷീജ, KT രാകേഷ്, KP യൂസഫ്, നാസർ കൂരാറ തുടങ്ങിയവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് MLA ശ്രീ PK പ്രവീണിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. MLAയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും പ്രാദേശികമായിട്ടുള്ള, അതോടൊപ്പം തന്നെ വികസനമായിട്ടുള്ള, അതുപോലെ തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പട്ടയം കിട്ടേണ്ട പ്രശ്നം ഇതൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ നേരിട്ട് വന്ന് ധരിപ്പിക്കാനുള്ള ഒരാലയമായിട്ടാണ് MLA ഓഫീസിനെ കാണുന്നത്. അത് പരമാവധി ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ നാടിൻ്റെ വികസനത്തിനും, അതുപോലെ തന്നെ നാട്ടുകാരുടെ വികസനത്തിനും, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ തന്നെ ഉപകരിക്കത്തക്ക രീതിയിലായിരിക്കും. അതോടൊപ്പം നമുക്കറിയാം, നിയമസഭയിലൊക്കെ തന്നെ അവതരിപ്പിക്കേണ്ട പ്രശ്നങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിന്ന് വരുന്നതല്ല. ജനങ്ങളൊക്കെ തന്നെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്നേരം അവതരിപ്പിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ, ഉദാഹരണത്തിലേക്ക് കടക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ റോഡില്ലാത്ത പ്രശ്നം, പാലമില്ലാത്ത പ്രശ്നം, അതോടൊപ്പം തന്നെ വലിയ ആശുപത്രികളില്ലാത്ത പ്രശ്നം, ഇതൊക്കെ തന്നെ ധരിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൂത്തുപറമ്പ് ആശുപത്രി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരാൻ പോകുന്ന പാനൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഘട്ടം ഘട്ടമായിട്ട്, പാനൂർ സിവിൽ സ്റ്റേഷൻ, ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ആഗ്രഹം, ജനങ്ങൾ വന്ന് പറയുന്നു. അതാരാണെന്നില്ല, രാഷ്ട്രീയം മറന്നുകൊണ്ട്, വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്താവശ്യത്തിനും ഏതൊരാൾക്കും കടന്നു വരാൻ വേണ്ടിയാണ് തന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് PK പ്രവീൺ MLA പറഞ്ഞു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ജനപ്രതിനിധിയുടെ ഓഫീസാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻമന്ത്രി KP മോഹനേട്ടനും
എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഈ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തിലെ അധ്യക്ഷന്മാരും മെമ്പർമാരും നാട്ടുകാരും എല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഒരു ആശാകേന്ദ്രമായി ഇത് മാറ്റിക്കൊണ്ട് വരുന്ന പരാതികളെല്ലാം പരിഹരിക്കാൻ പറ്റണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മുമ്പോട്ട് വന്നത്. അത് വികസന മേഖലയായാലും ക്ഷേമ മേഖലയായാലും നാടിൻ്റെ ഏറ്റവും വലിയൊരു വികസന സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ വികസനം നടപ്പിലാക്കാൻ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഓഫീസ് പ്രാവർത്തികമാക്കുന്നത്. അതുകൂടാതെ പുതിയ വികസന അഭിപ്രായങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും എത്തുമ്പോൾ അതുകൂടി കേട്ടുകൊണ്ട് മുഴുവൻ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെയും അവരുടെ മെമ്പർമാരുടെയും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഒരു വികസനത്തിൻ്റെ മാറ്റമുണ്ടാക്കണം എന്ന പ്രതീക്ഷയിലാണ് ഈ ഓഫീസ്. അതിൻ്റെ ഒരു ആശാകേന്ദ്രമായി ഇതെന്നും ഉണ്ടാവും. ഏതാവശ്യത്തിനും ഈ ഓഫീസ് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. സമഗ്ര ന്യൂസ്, പാനൂർ.